വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് OSP. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശ് അജി. ഞാൻ അഖിൽ ടൈറ്റസ്. നമ്മളിവിടെ ഏതിനെയും പറ്റി സംസാരിക്കുന്നതാണ്. ഓ അത് പറയണം എന്നാലേ ഉള്ളൂ. അതെ ഇതല്ല ഇന്നൊരു വെറൈറ്റി എപ്പിസോഡാണോ. നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ എന്താ പറയാ ലൈക്ക് ഇപ്പം ന്യൂസ് തുടങ്ങി. എന്റെ യൂട്യൂബ് തുറന്നാ ഇപ്പൊ അത് മാത്രമേ വരത്തുള്ളൂ. എന്റെ ഒന്നും വരാറില്ല. ഞാൻ കൂടുതൽ അന്വേഷിക്കാറില്ല. അതിന് കാരണങ്ങളുണ്ട്. അതെന്റെ ടോപ്പിക് എന്ന് പറയുന്നത് മനസ്സിലാവും. അതെ, ലൈക്ക് ഒരു വലിയൊരു സാധനം വരുന്നുണ്ട്. എന്താണ് ആ സാധനം? അത് വലിയൊരു ആണോ? സാധനം ഒന്നൊന്നും ഗസി. എന്തായിരിക്കും? ഏലിയൻസ്. ഞാൻ വെച്ചെന്തോ അൽഫെക്സിൽ ക്രൂസ് അല്ലെന്ന്, ഏലിയൻസ് വരുന്നുണ്ടെന്ന്. ഓ അതാണ് ഹോട്ട് ടോപ്പിക് ആണ്. എപ്പോഴാ നോക്കിയാലും ഇപ്പൊ അത് മാത്രമേ വന്നോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് തുറന്നാലും ലൈക്ക് 3i അറ്റ്ലസ് അതാണ് സാധനം. ആ സാധനം വന്നോണ്ടിരിക്കുക. ഞാൻ ഇന്ന് കുറച്ച് കണ്ടായിരുന്നു ഈ പറഞ്ഞപ്പോ. അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. പിന്നെ ലൈക്ക് ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് അതിലെ കുറിച്ചൊന്ന് ടച്ച് ചെയ്ത് അതിനെക്കുറിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഇതൊരു സയൻസ് ക്ലാസ് ആണ് കേട്ടോ. അല്ലട്ടോ, ഇത് സയൻസ് ക്ലാസ് ഒന്നുമില്ല. നമുക്ക് അങ്ങനെ എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന കഥകൾ, നമുക്കറിയാവുന്ന കഥകൾ നമുക്കിരുന്ന് സംസാരിക്കാം. സയൻസ് എനിക്കറിയാൻ ഞാൻ സയൻസ് ആയിരുന്നു. അറിയാവുന്ന എല്ലാം കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. ലൈക്ക് എനിക്ക് അറിയാവുന്നതും ഞാൻ കേട്ടിട്ടുള്ള തിയറീസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക്. പിന്നൊരു സംഭവം ഉണ്ട്, എനിക്ക് ഏലിയൻസിനെ വിശ്വാസമില്ല. ഏലിയൻസിനെ എങ്ങനെയാ വിശ്വസിക്കാണ്ടിരിക്കുന്നേ? അത് കേക്കട്ടെ. എന്താ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് എന്റെ അറിവ്. സത്യമായിട്ടുണ്ട്. ഇല്ല, ഞാനൊരു നമ്മുടെ ഒരു പ്രേതത്തിലെയും വിശ്വസിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് നീലയിൽ ഇവിടത്തേക്ക് നമ്മളിപ്പോ ആത്മാക്കൾ ഇവിടെ അലിഞ്ഞിറപ്പുണ്ടെന്നൊക്കെ പറയണതൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ ഏലിയൻ എന്ന് പറഞ്ഞ സാധനം ഇത് മാൻമെയ്ഡ് ആണോ? മാൻമെയ്ഡ് ഒന്നുമല്ല ഏലിയൻസ്. ലൈക്ക് ഏലിയൻസ് എന്നല്ല ഞാൻ ഇങ്ങനെ പറയാം. അതായത് ലൈക്ക് പ്രേതങ്ങളൊക്കെ ഇവിടെ തന്നെ കാണുമായിരിക്കും. പക്ഷെ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എർത്തിൽ മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതായത് ഈ ഒരു യൂണിവേഴ്സില് ലൈക്ക് മില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. ആ ഗാലക്സിക്കകത്തെ മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റം സ്റ്റാർസിനകത്തെയും ഒരു സോളാർ സിസ്റ്റം ആണ് നമ്മള്. ഏതാ നമ്മുടെ സൂര്യന് ചുറ്റും എർത്തുണ്ട്, ബാക്കി 8 പ്ലാനറ്റ്സ് എല്ലാം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് നമ്മുടെ ഈ സോളാർ സിസ്റ്റം പോലത്തെ അതേപോലെ മില്യൺ സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗാലക്സീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവിടുന്നൊക്കെ വേറെയും ലൈക്ക് അപ്പൊ ഈ പറയണത് വേറൊരു സോളാർ സിസ്റ്റം ടൂർ വന്ന പോലെ ഇവരോട് വന്ന് നശിപ്പിക്കാൻ പറ്റുമോ? നശിപ്പിക്കാൻ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. അതാണ് ദ വോൾ പോയിന്റ് ഓഫ് ഡിബേറ്റ്. നമ്മുടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കണേ. ലൈക്ക് ഇവരെന്തിനാണ് വരുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം, ലൈക്ക് ഇത് ഏലിയൻസ് തന്നെ ആണോ എന്നുള്ള ഡൗട്ടും ഉണ്ട്. അങ്ങനല്ല, സോറി, ഏലിയൻസ് ആണോ എന്നുള്ള ഇല്ല. ഞാൻ ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 3i അറ്റ്ലസ് ഏലിയൻഷിപ്പ് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അതൊരു കോമറ്റ് ആണല്ലോ. കോമറ്റ് ആണെന്നാണ് ലൈക്ക് ശാസ്ത്രം പറയണത്. ഓൺ ദ അതർ സൈഡ് ആണ് ഈ ആൾക്കാർ മറ്റേ ഈ അറ്റ്ലസ് ഇതൊരു ഏലിയൻ ഷിപ്പാണ് വരുന്നത്. കാരണം അറ്റ്ലസിനെ കുറിച്ച് കണ്ടില്ലായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് 10-15 കിലോമീറ്റർ നീളമുണ്ട് അതിന്. നമ്മുടെ ഹിമാലയ പർവ്വതത്തിന്റെ അത്രയും, അല്ലെങ്കിൽ മാൻഹാട്ടൻ, US മാൻഹാട്ടന്റെ അത്രയും സൈസുള്ള ഒരു സാധനം വന്നോണ്ടിരിക്കണേ. അതും വരുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 60 km/s. ഒന്നുകൂടെ ചിന്തിച്ചേ. അതായത് 1 കിലോമീറ്റർ എത്ര നാൾ എടുക്കും നമ്മൾ പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു റോക്കറ്റ് പോകാനായിട്ട്? അത് 60 km/s എന്ന് പറഞ്ഞ ആ സെക്കൻഡില് വന്നോണ്ടിരിക്കുക സാധനം. ഓൾറെഡി നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് കയറിയത് എന്താ പറയാ ലൈക്ക് ഒക്ടോബർ ആ ഒരു അവസാനം 2025 ഒക്ടോബർ അവസാനം നമ്മുടെ സൂര്യൻ അടുത്തെത്തും. സൂര്യൻ അടുത്തെത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്താ നടക്കാന്ന് പറയാൻ പറ്റില്ല. ഒക്ടോബർ 31 ഹാലോവീൻ ശരിയാ. പക്ഷെ ഞാൻ കണ്ടായിരുന്നു ഒക്ടോബർ 30 റേഞ്ചിലും കണ്ട. അതെ, ഞാൻ കണ്ടു. ഒക്ടോബർ 30 ഹാലോവീന്റെ അന്ന് വന്നാണെങ്കിലും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കും. കാരണം എന്താ, എനിക്ക് വിശ്വാസമില്ല. വിശ്വസിക്കണം. ലൈക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല. അങ്ങനെ അല്ലെന്ന്. ലൈക്ക് ഏലിയൻസ് ഉണ്ട്, സത്യമായിട്ട് ഏലിയൻസ് ലൈക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലൈക്ക്
ഇവിടെ അല്ല. അതായത് ഈ ലോകത്തിൽ തന്നെ ഓൾറെഡി ഉണ്ടാവും. ലൈക്ക് നമ്മുടെ ഏരിയ 51, ലൈക്ക് അങ്ങനെ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ സൈറ്റിങ്സ് ഉണ്ട്. ഞാൻ ഇന്നാള് പറഞ്ഞിട്ടില്ല, നമ്മുടെ പഴയ പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മറ്റേ തലയുടെ പൊക്കത്തൂടെ ഒരു ഹെലികോപ്റ്റർ അല്ലെന്ന്, അത് നമ്മൾ കണ്ടുമില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഏലിയൻ ഷിപ്പാ ഉറപ്പായിട്ടും. അതെ, നിങ്ങളെ കണ്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ അറ്റ്ലസിന്റെ പ്രത്യേകത അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ 3i അറ്റ്ലസ് എന്ന് പറയുന്നത് അറ്റ്ലസ് സർവേ, അല്ലെങ്കിൽ ജൂലൈ 1, 2025 ആദ്യമായിട്ട് ഇതിന്റെ ഫസ്റ്റ് സൈറ്റിംഗ് വരുന്നത്. അപ്പം അതിപ്പം അതിന്റെ സ്പീഡ്, അതിന്റെ ട്രാജക്ടറി, അതിന്റെ ആ റൊട്ടേഷൻ, ലൈക്ക് ഇതെല്ലാം വെച്ചിട്ടാണ് ആൾക്കാർ അതൊരു ഏലിയൻ ഷിപ്പ് ആവാനായിട്ടുള്ള ചാൻസസിനെ പ്രെഡിക്ട് ചെയ്യുന്നത്. അത് വരുന്നത് എങ്ങനെയാണെന്നറിയാം? ഇത് സൂര്യൻ, ഓക്കെ, ഇത് എർത്താന്ന് വിചാരിക്കേ, ഓക്കെ, ഇതിവിടെ എർത്തിരിക്കുന്നേ, ഓക്കെ, എർത്തിനെ ഞാൻ മാറ്റുക, ഓക്കെ, സൂര്യൻ. ഈ സാധനം എന്താ ഇങ്ങനെ വന്നോണ്ടിരിക്കണേ, ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സൂര്യന്റെ ബാക്കിൽ ഒക്ടോബർ അവസാനം ആകുമ്പോഴത്തേക്ക് സൂര്യന്റെ ബാക്കിൽ വരും. എർത്തിലിരിക്കുന്നവർക്ക് ഇവനെ കാണാൻ പറ്റില്ല. അതാണ് ഈ ഓൾ തിയറി ഓഫ് ഏലിയൻ സാധനം വരാനായിട്ടുള്ള കാരണം ഇവിടെ ഒന്ന് നോക്കിയാൽ അത് കാണത്തില്ല. അപ്പൊ അവന്മാർക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും എന്നൊക്കെ ഉള്ളതാണ് തിയറീസ് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഇവന്മാർ ഇതിന്റെ ബാക്കിൽ വന്നിട്ട് അവരുടെ ഒബ്സർവേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നതാണോ, എന്നിട്ട് ഇങ്ങോട്ട് വന്നാലോ, എന്നിട്ടൊരു പുതിയ സിവിലൈസേഷൻ തന്നെ ഇവിടെ ഉണ്ടായാലോ, നാട് നശിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും ലോകം. ആയിക്കൂടാന്നില്ലല്ലോ. ഐ മീൻ, എന്തിനാണ് നശിപ്പിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടില്ലേ ഇപ്പം? AI ടെക്നോളജി, ലൈക്ക് ഭയങ്കര, ലൈക്ക് മനുഷ്യൻ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ്. ഈ ഏലിയൻസ് ഒക്കെ ഓൾറെഡി അവർ ഇതിന്റെ മേളിലുള്ളവരാണ്. ഉറപ്പായിട്ടും ലൈക്ക് എർത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു, എന്താ പറയാ, ഒരു യങ്സ്റ്റർ ആണ്. നമ്മുടെ ഗാലക്സിക്കകത്തെ പ്ലാനറ്റ്സ് എല്ലാം നോക്കുമ്പോഴത്തേക്ക് എർത്ത് ഭയങ്കര യങ്ങാ, ലൈക്ക് ജസ്റ്റ് വന്നേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ ഈ മനുഷ്യന്മാരുടെ തന്നെ കാര്യം നോക്കുകയാണെങ്കിലോ, ഒരു 100 years അല്ലെങ്കിൽ ഒരു 200 years റേഞ്ചിലേക്ക്, ലൈക്ക് ഇത്രയും ആ ഒരു ടൈമിലാണ് ഇത്രയും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കണേ. ഇപ്പൊ എന്തായാലും നമുക്ക് കമ്പ്യൂട്ടർ ആയി, AI ആയി, റോബോട്ട്സ് ആയി, ലൈക്ക് പല പല ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന, ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡിൽ വളർന്നുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് ഇനി ഏലിയൻസിന് ഇഷ്ടപ്പെടാണ്ട് വരുന്നതാണല്ലോ, ചൊറിയാൻ വരുന്നതാണല്ലോ. ഇതേപോലെ തന്നെ അല്ലായിരുന്നു നമ്മുടെ മറ്റേ ഡൈനോസറിന്റെ കാലത്തില് ഡൈനോസർ നശിപ്പിച്ചു പോയത്. മറ്റേ ഡൈനോസർ മൊത്തത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സാധനം, ഒരു അസ്ട്രോയിഡ്, ലൈക്ക് ഐ മീൻ ആ ഒരു സാധനം, ഉൽക്ക പോലത്തെ ഒരു സാധനം വന്ന് നമ്മുടെ ഭൂമിയിലേക്ക്, അതായത് 2000 സംതിങ് BC, ലൈക്ക് ഒരു 4000-4500 വർഷം മുന്നേ, ലൈക്ക് ഇതേപോലത്തെ ഒരു സാധനം നേരെ വന്ന് ഭൂമിയിലേക്ക് ഇടിക്കുന്നു. ഭൂമിയിലുള്ള സാധനങ്ങളെല്ലാം നശിച്ചു പോന്നു. ഡൈനോസേഴ്സ് അങ്ങനെ പോയി. ലൈക്ക് അതേപോലത്തെ ഒരു സാധനമാണല്ലോ. അന്ന് വന്ന സാധനത്തിന്റെ സൈസ് എത്രയാണെന്നറിയോ? അന്ന് വന്ന സാധനം ഒരു ഏകദേശം ഒരു 6-7 കിലോമീറ്റർ സൈസ്. ഡബിൾ സാധനം വന്നോണ്ടിരിക്കണേ. ഒരു 15 കിലോമീറ്റർ സൈസ് ഉള്ള സാധനം വന്നോണ്ടിരിക്കണേ. 15 കിലോമീറ്റർ ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ടാവും? ഇവിടുന്ന് എന്റെ മറ്റേ കേണിയിലേക്ക് അപ്പുറം വരെയുള്ള ദൂരമുണ്ട്. അതിലും കൂടുതലുണ്ട്. ശരിയാ, 15 കിലോമീറ്റർ. ആ ഒരു സൈസിലുള്ള സാധനമാണ്, ലൈക്ക് വലിയ സാധനം. അത്ര ഉള്ളൂ സൈസ്? അതെനിക്കിപ്പോ ഒരു ഡൗട്ടായി. അത്രേ ഉള്ളൂ? അത്ര ഉള്ളൂ അതിനകത്ത് പറഞ്ഞത്. അത് അപ് ടു 20 എന്ന് പറഞ്ഞത് പറഞ്ഞായിരുന്നു. പക്ഷെ അതിന്റെ പുറത്ത് ഐസ് ഫോളിക്കിൾസ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മെൽറ്റ് ആയി പോകും, അങ്ങനത്തൊക്കെ പറഞ്ഞു. ഞാൻ കൂടുതൽ വായിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലത്. വിശ്വസിക്കാത്തോണ്ടായിരിക്കല്ലേ? എനിക്ക് പക്ഷേ വിശ്വാസമുണ്ട്. കാരണം ലൈക്ക് ഇതേപോലത്തെ എത്രമാത്രം സൈറ്റിങ്സ് ഉണ്ട് നമ്മുടെ ലോകത്ത്. ഐ മീൻ, ലൈക്ക് ഇതെല്ലാം ആരും സമ്മതിച്ചു തരത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ നാസ ആയിട്ട്, ലൈക്ക് യൂറോപ്പിന്റെ മറ്റേ ലൈക്ക് ശാസ്ത്രക്കാരുണ്ടല്ലോ, ഇവരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാ. നമ്മുടെ പുറത്ത് എന്തുണ്ട് ലൈഫ്? ഐ മീൻ, നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതം ജസ്റ്റ് ഭയങ്കര സിമ്പിൾ, ലൈക്ക് ഒരു 60-100 years തീർന്നു പോകുന്ന സാധനം. ലൈക്ക് അതിനപ്പുറം ഉണ്ട് ഈ യൂണിവേഴ്സ്. ലൈക്ക് അത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചില്ല. ലൈക്ക് ഈവൻ നമ്മുടെ മറ്റേ ആമസോൺ കാടുകളുടെ നടുക്കെന്താന്നുള്ള കാര്യം പോലും നമുക്കറിയത്തില്ല. ലൈക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ലൈക്ക് മനുഷ്യന്മാർക്ക് അറിയത്തില്ല, ഒരു കാര്യം അറിയത്തില്ല. ഇപ്പൊ ഇച്ചിരി വീതം ഓരോന്നായിട്ട് കണ്ടുപിടിക്കുന്നു, ലൈക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊരു വൺ ഓഫ് ദ മെയിൻ സാധനമാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് എൻ്റെ തിയറി. അപ്പൊ ഇവര് നമ്മളെ രാജ്യം വളരുന്നത് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ വേൾഡ് വളരുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ എങ്ങനെയാ പറയുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല, അല്ലെങ്കിൽ മനുഷ്യനെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒബ്സർവ് ചെയ്യാൻ വരുന്നതാണല്ലോ. വേറെ തിയറി ഉണ്ടോ? എന്താ തിയറി? ഇതല്ലാണ്ട് ഒബ്സർവ് ചെയ്യാൻ കുറിച്ചോ?
പിന്നെ എൻ്റെ തന്നെ ഒരു തിയറി ഉണ്ട്, ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ള തിയറി കേട്ടോ. അതായത് അനുനാക്കീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞു. ഓക്കെ, അനുനാക്കീസ് എന്ന് പറഞ്ഞാല് അവരാണ് മനുഷ്യനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ ഉണ്ടാക്കിയത് അവരാണെന്നാണ് പറയപ്പെടുന്നത്. അത് അനുനാക്കീസ് ആരാന്ന് ചോദിച്ചാൽ ലൈക്ക് ദ ഹയർ ഫോം, ലൈക്ക് അല്ലെങ്കിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഒരു ഏലിയൻസ്. ഓക്കെ, അവര് 3000 വർഷങ്ങൾ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ എർത്തിന്റെ ആ ഒരു പ്രൊജക്ഷനിലേക്ക് വരുന്നു. ലൈക്ക് അപ്പൊ ഈ പറയണത് ഈ ഹ്യൂമൻ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു ഹയർ ടെക്നോളജി, വേറൊരു ലൈഫ് ഉണ്ടായിരുന്നു ഇവിടെ. എർത്തിലല്ല ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% ഉണ്ട്. ലൈക്ക് നമ്മളെക്കാളും ഹയർ അഡ്വാൻസ്ഡ് ടെക്നോളജിയും നമ്മളെക്കാളും ഭയങ്കര അഡ്വാൻസ്, ലൈക്ക് വേറെ ലെവലിൽ. നമുക്കിപ്പോൾ ആകെ അറിയാവുന്ന എന്താ 1D 2D ആൻഡ് 3 ഡയമെൻഷൻ. ലൈക്ക് ഈ 3 ഡയമെൻഷൻസ് നമുക്ക് അറിയത്തുള്ളൂ. ഇതിന് പൊക്കത്ത് എന്തൊക്കെ ഡയമെൻഷൻസ് ഉണ്ട് മനുഷ്യൻ കണ്ടുപിടിക്കാത്ത. ടൈം ഒരു ഡയമെൻഷൻ അല്ലേ? ലൈക്ക് അത് കണ്ടുപിടിച്ചിട്ടില്ല, ആർക്കും അറിയത്തില്ല. ലൈക്ക് കാരണം ലൈക്ക് നമ്മുടെ മറ്റേ സാധനം ഇല്ലേ, ഏതാ ടൈം ട്രാവലിംഗ്, അതൊരു ഡയമെൻഷൻ ആണെന്നാണ് എന്റെ വിശ്വാസം. കാരണം മനുഷ്യർക്ക് അറിയത്തില്ല. ടൈം ട്രാവൽ ചെയ്ത ആൾക്കാരുണ്ടോ? ഉണ്ടെന്ന് പറയപ്പെടുന്നു, പക്ഷെ അറിയില്ല. ബട്ട് സയൻസ് ഇവരാരും പുറത്തു വിടത്തില്ലെന്ന്, ഈ കഥകൾ ആരും പുറത്തു വിടത്തില്ല. ടൈം ട്രാവലിങ്ങോ ഒബ്വിയസ്ലി ലൈക്ക് എത്രയോ ആൾക്കാർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് കുറെ ശാസ്ത്രജ്ഞന്മാർ ഇതിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ലൈക്ക് അത് പഠിക്കാനായിട്ടും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ടൈം ഒരു ഡയമെൻഷൻ ആണ്. കാരണം നമുക്ക് ഇപ്പൊ ഇങ്ങനെ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോവാം, ഇങ്ങനെ വെച്ചാൽ നമുക്ക് നേരെ ബാക്കിലേക്ക് പോവാം. ലൈക്ക് അതൊക്കെ അറിയാവുന്ന ഏലിയൻസ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ലൈക്ക് വേറെ യൂണിവേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ വേറെ സോളാർ സിസ്റ്റത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ഹയർ ഫോം ഓഫ് ആൾക്കാർ. ഓക്കെ, അതേപോലത്തെ ഒരാൾക്കാരാണ് അനുനാക്കീസ് എന്ന് വിചാരിക്കുക. ഓക്കെ, അവന്മാർക്ക് ഒരു പ്രശ്നം പറ്റിയായിരുന്നു. ലൈക്ക് ഇതൊക്കെ തിയറീസ് ആട്ടോ. ലൈക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാല് നമ്മുടെ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഓക്കെ, അതാണ് വൺ ഓഫ് ദ ഫസ്റ്റ് സിവിലൈസേഷൻ എവർ ഫൗണ്ട് എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, ആ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനകത്ത് ലൈക്ക് അവിടെ കുറെ സ്കൾപ്ചേഴ്സിലും കാര്യങ്ങളിലൊക്കെ അവിടെ നിന്നാണ് അനുനാക്കീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണം. ലൈക്ക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ബിഫോർ. ഓക്കെ, അപ്പം അതിനകത്തു നിന്നുള്ള 1800s സംതിങ് എന്താണ് അത് കണ്ടുപിടിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല, ബട്ട് സ്റ്റിൽ ഇതൊക്കെയാണ് ഒരു വൈഡ് എന്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഈ അനുനാഗീസ് അതിനകത്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞാല് ഫ്രം ദ ഹെവൻ ആൾക്കാർ ഇറങ്ങി വന്നു. ഓക്കെ, ലൈക്ക് ഫ്രം ദ ഹെവൻ എന്ന് പറയുമ്പോൾ ആകാശത്തുനിന്ന്, ഓക്കെ, മേഘങ്ങളുടെ അപ്പുറത്തുള്ള ആകാശത്തു നിന്ന് ആൾക്കാർ വന്നു. അവരാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതും. ലൈക്ക് അങ്ങനെ കുറെ സാധനങ്ങൾ അവരുടെ ഭിത്തിയിൽ അനുനാക്കീസ് എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ദൈവങ്ങളായിട്ട് കൺസിഡർ ചെയ്ത ആൾക്കാർ, അതാണ് അനുനാക്കീസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ലൈക്ക് അതാണ് കണ്ടുപിടിച്ച സാധനം. ഓക്കെ, ഇനി അതിന് വെച്ചിട്ടുള്ള കുറെ തിയറീസ് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാല് നമ്മുടെ അനുനാക്കീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 വർഷങ്ങൾ കൂടുമ്പം എർത്തിന്റെ ഓർബിറ്റിനടുത്തൂടെ പോകുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു ഏലിയൻ സാധനമായിരിക്കണം. അപ്പൊ അവന്മാർക്ക് എന്തൊക്കെയോ വിഷയങ്ങൾ കാരണം അവന്മാർക്ക് സ്വർണത്തിന്റെ ആവശ്യമുണ്ട്. അതായത് സ്വർണം എന്ന് പറയുന്ന ആ ഒരു ലോഹം അവർക്ക് വേണം അവരുടെ ആ ഒരു പ്ലാനറ്റിലോ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്കറിയാൻ പാടില്ല സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല, ബട്ട് ഇതെല്ലാം തിയറീസ്. ഓക്കെ, അപ്പൊ അവർക്ക് സ്വർണത്തിന്റെ ആവശ്യം കാരണം ലൈക്ക് അവർക്ക് ഓൾറെഡി കുറെ ആൾക്കാർ ലൈക്ക് ഈ സ്വർണം ഉണ്ടാക്കാനായിട്ട് റിസർച്ച് ചെയ്ത് നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എർത്തില് സ്വർണം എന്ന് പറയുന്ന ലോഹം ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ആ ഒരു ഐസ് ഏജ് സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ലൈക്ക് 3000 വർഷങ്ങൾ മുന്നെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ലൈക്ക് അവര് ഇവിടേക്ക് വരികയും ഇവിടുത്തെ ലോഹങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് കളക്ട് ചെയ്ത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയാ പണിക്കാരെ വേണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹ്യൂമൻ ബീങ്സ് എന്നാണ് വൺ ഓഫ് ദി തിയറി. ഇനി അവരെങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാല് ലൈക്ക് ഈ പറഞ്ഞ അവരുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ ജീനായിട്ടുള്ളത് മങ്കീസ് ആണ് അല്ലെങ്കിൽ കുരങ്ങന്മാരാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് ജസ്റ്റ് അവരൊരു പുഷ് അല്ലെങ്കിൽ ഒരു ക്രോസ് എന്തോ സംഭവം നടത്തി അങ്ങനെയാണ് അതായത് എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ലോകത്ത്. അതായത് ലൈക്ക് മറ്റേ ബിഗ് ബാങ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ജീവജാലങ്ങളൊക്കെ വന്ന് അങ്ങനെ വന്ന് കുരങ്ങന്റെ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു. ഓക്കെ, ആ കുരങ്ങന്റെ സ്റ്റേജിൽ നിന്ന്
എത്ര പെട്ടെന്നാ നമ്മൾ മനുഷ്യന്മാര് ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡിലാണ് വളർന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അതിന് അവര് പുഷ് ചെയ്തു. എന്നിട്ട് ഈ പറഞ്ഞ സ്വർണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഇറക്കിയതാണ് ഹ്യൂമൻ ബീങ്സ്. ഇതൊക്കെയാണ് ഒരു വൈഡ് തിയറി കേട്ടോ. ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ചുമ്മാ ജസ്റ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഈ 3i അറ്റ്ലസ് ഇല്ലേ, ഇപ്പൊ നീ പറഞ്ഞില്ലേ ഇപ്പൊ ഈ അനുനായികള് അവരെ പണിയെടുപ്പിക്കാനാണ് ഹ്യൂമൻസിനെ ഉണ്ടാക്കിയെന്ന്. ഇപ്പൊ ഈ 3i അറ്റ്ലസ് കൊണ്ട് നമ്മളെ അടിമകളാക്കാനാണെങ്കിലും അതൊരു ചോദ്യം തന്നെയാ. നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, അതായത് ഇവന്മാർക്ക് നമ്മളെ പണിയെടുപ്പിക്കാനായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നേരത്തെ തന്നെ നമ്മളെ ഡിസ്ട്രോയ് ചെയ്തൂടെ? ലൈക്ക് ഇത്രയും ലൈക്ക് എന്താ പറയാ ടെക്നോളജി കൂടുതലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാലോ നേരത്തെ തന്നെ. അതിലും പക്ഷെ ഇങ്ങോട്ട് വരുന്നത് അതിനാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഏരിയ 51 പോലത്തെ സ്ഥലങ്ങളില്ലേ, ഇപ്പൊ അത് ആളുകൾക്ക് പോയി കാണാം എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് അകത്ത് കയറ്റത്തില്ല, നമുക്ക് അടുത്തേക്ക് പോയിക്കൂടെ? ഇപ്പൊ ഉണ്ട് കുറെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതായത് ഏരിയ 51 അതിന് തൊട്ടടുത്തുള്ള മറ്റേ പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ട്. ഫുൾ ഏലിയൻസിന്റെ ഫോട്ടോസ്, ഏലിയന്റെ പ്രതിമ, അതിന് മറ്റേ ആ കൺവീനിയൻസ് സ്റ്റോറിനകത്തോട്ട് കയറിയ മുഴുവൻ ഏലിയൻസിന്റെ സാധനങ്ങളാണ്. പക്ഷെ എന്റെ ഒരു അല്ല എനിക്കൊരു അത് പറയണ എനിക്കൊരു സംശയമുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് അവര് ഏലിയൻ ഉണ്ടായിട്ടുണ്ടോ നേരത്തെ ഈ ഏരിയ 51 സ്ഥലത്ത്? ഐ ബിലീവ്, ബട്ട് ലൈക്ക് ആരും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം അവർക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളെ പണ്ടേ ഡിസ്ട്രോയ് ചെയ്തില്ലോ, പണ്ടേ ഇവിടെ വന്ന് ഈ ലോകം അങ്ങനല്ലത്. ഏരിയ 51 എന്ന് പറഞ്ഞാൽ ഏലിയൻസ് പോയി താമസിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ ഇറങ്ങുന്ന സ്ഥലമല്ല. അതായത് US-ന്റെ ലൈക് സയന്റിസ്റ്റും കാര്യങ്ങളും ഒക്കെ റിസർച്ച് ചെയ്യുന്ന സ്ഥലമാണ് ഏരിയ 51. ഓക്കെ, അത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് US ഗവൺമെന്റ് അത് കംപ്ലീറ്റ്ലി എതിർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2013 തോന്നുന്നു ലൈക്ക് നമ്മുടെ CIA ആൾക്കാരെന്തോ ലൈക്ക് അവിടെ ഏലിയൻസിന്റെ ലൈക്ക് റിസർച്ച് നടക്കുന്നതാണ് എന്നൊക്കെ ഉള്ള കാരണം സ്ഥിരീകരിച്ചു. പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട് അവിടെ ഏലിയൻസ് ഉണ്ട് ലൈക്ക് ഐ ബിലീവ് ഇൻ ഇറ്റ്. പക്ഷെ അത് പ്രൂവൺ ആണോ അല്ല. കാരണം വാട്ട് ഐ ബിലീവ് ഈസ് ലൈക്ക് അവിടെ റിസർച്ച് ചെയ്യുവാണ്. അതായത് ഏലിയൻസ് ഉണ്ടോ, പല ക്രാഷുകളിൽ പല ക്രാഷസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭൂമിയിലേക്ക്. ഓക്കെ, അപ്പൊ അവിടെ നിന്നുള്ള ക്രാഷസിൽ നിന്ന് വന്നിരിക്കുന്ന ഏലിയൻസ് ഡെഡ് ബോഡീസ് അവിടെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതുകൂടാണ്ട് ഏലിയൻ സ്പേസ് ഷിപ്പുകളുണ്ടല്ലോ, അതൊക്കെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറമുള്ള സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതെല്ലാം റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് റിസർച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഏരിയ 51 എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇപ്പം ലൈക്ക് US ഗവൺമെന്റ് ഓൾമോസ്റ്റ് അത് സമ്മതിച്ചു. അത് സമ്മതിക്കാനുള്ള കാരണം എന്താ, അവിടെ നമ്മൾ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. ഇപ്പം വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് അത് 100% മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മമാര് സമ്മതിക്കത്തില്ല. ഓക്കെ, ലൈക്ക് ഈ ഏരിയ 51 ലൈക്ക് ഇപ്പം ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ലെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ അവിടെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. അപ്പം ബേസിക്കലി അവിടെ ഉണ്ടോ? ഉണ്ട്, ഏലിയൻസ് ഉണ്ട്. 100% I believe in it. ഇൻട്രസ്റ്റിംഗ്. പിന്നെ നമുക്കൊരു ദിവസം US-ലേക്ക് ട്രാവൽ ചെയ്യേണ്ടിയിരിക്കുന്നു. US-ൽ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ കൊല്ലം കാലിഫോർണിയയിൽ പോണ സമയത്ത് അതിന്റെ സൈഡിൽ കൂടെ സത്യമായിട്ടും പോയെ നെവാഡയോ നെവാഡ അത് തന്നെ ആ പോണ വഴിക്കാ. എനിക്ക് പോണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടൊന്നും ആരെയും അടുപ്പിക്കൂല. ഇല്ല ലൈക്ക് ഈ US ഗവൺമെന്റ് ലൈക്ക് ഭയങ്കര സ്കെച്ച്, ലൈക്ക് ഇവന്മാരൊന്നും സമ്മതിക്കത്തില്ലെന്ന്. ലൈക്ക് ഈ കഴിഞ്ഞ ദിവസം 2023 മറ്റൊരു കോർട്ടിനകത്തൊക്കെ ഇരുന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടോ, വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഇവന്മാര് സമ്മതിച്ച് ലൈക്ക് ഇവന്മാര് ലിറ്ററലി ആ ജഡ്ജിന്റെ ഒക്കെ ഫ്രണ്ട് എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് വേറെ ഉത്തരവില്ല. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും കാര്യങ്ങളും ഒക്കെ പറയുന്നതിന് ലൈക്ക് 100% എല്ലാവരും ലൈക്ക് വിശ്വസിച്ച കഥകൾ. അങ്ങനെ കുറെ ലൈക്ക് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2023 നടന്ന ഈ പറഞ്ഞ ലൈക്ക് ആ കോർട്ട് എക്സാമിനേഷൻ പരിപാടിയിൽ US കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നവര്. അപ്പൊ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ലൈക്ക് അനദർ ഒരു സൈറ്റിങ് പോലെ ഞാൻ സംസാരിക്കാനാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ 1947 റേഞ്ചിലെങ്കാണ്ട് ലൈക്ക് ഇതേപോലെ തന്നെ ലൈക്ക് അതിന്റെ പേര് ഞാൻ പറഞ്ഞു, റോസ്വെൽ യുഫോ അങ്ങനെ എന്തോ ഒരു സാധനം. ഓക്കെ, അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സിമ്പിളായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഓക്കെ അത് ക്രാഷായി US-ൽ വന്ന് വീഴുന്നു.
എവറിബഡി നോസ് ലൈക്ക് ഐ മീൻ ആൾക്കാർ കൂടുന്നു, പോലീസ് വരുന്നു, ലൈക്ക് എവറിബഡി നോസ് ലൈക്ക് അപ്പം എല്ലാവരും പറയുന്നത് ഏലിയൻസ് ഒന്ന് വീണു, അങ്ങനെ ഒരു ചെറിയൊരു റൂമർ പോലെ നിന്നു. ബട്ട് ഓൺ ദ സ്പോട്ട് തന്നെ ലൈക്ക് പോലീസുകാർ അത് കവർ ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡിൽ അവിടെ ലൈക്ക് മെൻ ഇൻ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, ലൈക്ക് അതേപോലത്തെ ആൾക്കാർ എത്തി അവിടെ. ഓക്കെ, ആൻഡ് ദെൻ ലൈക്ക് ദേ വൈപ്ഡ് ഔട്ട് ദ സീൻസ്. ലൈക്ക് ആ മൊത്തം അത് കവേർഡായി. പിന്നെ അത് വന്ന റിപ്പോർട്ട് എന്നാന്ന് ചോദിച്ചാൽ അവിടെ മറ്റേ വെതർ ബലൂൺ വീണു എന്നൊക്കെയാ പറയുന്നത്. ഓ, ഇത് മറ്റേ സാധനം ചെയ്തിട്ടുണ്ടാവും അവര് വന്നിട്ട് ആ സിനിമയിൽ കണ്ടില്ല, ഇങ്ങനെ ഫ്ലാഷ് അടിക്കണം. പറയാൻ പറ്റൂല, അങ്ങനെ കാണിച്ചില്ല. ലൈക്ക് ഇവന്മാരുണ്ടോ 100% ഉണ്ട്. ലൈക്ക് US ഗവൺമെന്റ് ഒക്കെ മില്യൺസ് ആൻഡ് ബില്യൺസ് ലൈക്ക് ഇറക്കുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ ഏലിയൻ ടെക്നോളജി കണ്ടുപിടിക്കാനായിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറെ ടീംസ് ഉണ്ട്. നമുക്കറിയാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ. ലൈക്ക് നമ്മൾ സാധാരണക്കാർക്ക് എന്താ പറയാ, ഡെയിലി ലൈഫ് അറിയാം, ഇന്റർനെറ്റിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ അറിയാം, അത്ര അറിയത്തുള്ളൂ. ലൈക്ക് അതിനപ്പുറം കുറെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, യൂണിവേഴ്സിൽ നടക്കുന്നുണ്ട്. വേറെ സൈറ്റിംഗ്സ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ 1947? പിന്നെ ഇഷ്ടം പോലെ സൈറ്റിംഗ്സ് ഉണ്ട്. ലൈക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറയട്ടെ, നമ്മുടെ ജോറോഗന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ലൈക്ക് അതിനകത്ത് എലോൺ മസ്ക് ഇരിപ്പുണ്ടായിരുന്നു. ജോറോഗനും എലോൺ മസ്കും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ടിക് ടാക് UFO അങ്ങനെ എന്തോ അതിന്റെ പേര്. ടിക് ടാക് UFO എന്ന് പറഞ്ഞാല് ലൈക്ക് അതൊരു ഡ്രോൺ താഴോട്ട് വീഴുന്നതാണ് സംഭവം. ഓക്കെ, ബേസിക്കലി അതെന്താന്ന് ചോദിച്ചാല് ലൈക്ക് 60 ഫീറ്റിൽ നിന്ന് 1 ഫീറ്റിലേക്ക്, അതായത് ഞാൻ 6 അടി പൊക്കമുണ്ട്, അതായത് 6 ഫീറ്റ് ഉണ്ട്, അത് 60 ഫീറ്റിലിരിക്കുന്ന ഒരു ഡ്രോൺ പോലത്തെ ഒരു സാധനം 1 ഫീറ്റിലേക്ക് വിത്തിൻ എ സെക്കൻഡ് എത്തി. ഓക്കെ, ലൈക്ക് 1 സെക്കൻഡിൽ ആ സാധനം അവിടുന്ന് നേരെ താഴോട്ട്. അതിൻ്റെയൊക്കെ സൈറ്റിങ്സ് നമ്മുടെ US ഗവൺമെന്റ് ലൈക്ക് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈക്ക് ഈ സാധനം പോയതിൻ്റെ ഒക്കെ. അപ്പം ഏത് ഡ്രോണാണ് ഇത്ര ഐ മീൻ സെക്കൻഡില് ലൈക്ക് ഇത്രയും ഫീറ്റ്, അതായത് എന്റെ പൊക്കം നോക്കിയേ ആ ഒരു റേഞ്ചില്ല, അതായത് 60 അടി, എന്റെ 10 ഇരട്ടി പൊക്കത്തിൽ നിന്ന് ഒറ്റയടിക്ക് സാധനം താഴോട്ട് വന്നു. അങ്ങനത്തെ ഒരു ടെക്നോളജി മനുഷ്യന്റെ കയ്യിൽ ഇല്ല. ലൈക്ക് അത് വൺ അതർ സൈറ്റിംഗ് ആണ്. അപ്പം ഇത് എലോൺ മസ്ക് കണ്ടത്, എലോൺ മസ്ക് എങ്ങനെയാ കണ്ടതെന്നാ? അല്ല, എലോൺ മസ്ക് ഇത് എങ്ങനെയാ പറഞ്ഞത്? അല്ല, എലോൺ മസ്ക് അല്ല ഇത് പറഞ്ഞത്. അതായത് നമ്മുടെ ലൈക്ക് അവര് സംസാരിക്കുമായിരുന്നു. ആ ഒരു കോൺവെർസേഷനിനകത്ത് വന്നൊരു വൺ ഓഫ് ദ സൈറ്റിങ്ങിനെ കുറിച്ച്. ലൈക്ക് അവരൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിക്കാമല്ലോ. ലൈക്ക് അവരൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ. പുള്ളി ഇവിടെ നിർത്തിന്ന ആളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന പുള്ളി പറയണം മൊത്തത്തില്. എലോണേട്ടൻ അല്ലേ? എലോണേട്ടൻ എനിക്കറിയാം, മസ്കേട്ടൻ. പുള്ളി വേറെ രീതി ചിന്തിക്കുന്ന മനുഷ്യനാണ്, വേറെ ലെവല് മനുഷ്യൻ. എൻ്റെ അപ്പൊനോ ആണ്. ലൈക്ക് ഐ മീൻ അതായത് മാർസിലെ ലൈക്ക് 2050 സംതിങ് ഇവിടുന്ന് റോക്കറ്റ് സാധനം വിടാനായിട്ടുള്ള ഫുൾ പ്ലാനുകളും പുള്ളിക്കാരന്റെ കയ്യിലുണ്ട് ഇപ്പൊ. ലൈക്ക് അത് ചെയ്തോണ്ടിരിക്കുക പുള്ളി. എന്തൊക്കെയാ പുള്ളി കാണിക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. അതെ, എന്തെങ്കിലും ഇത് കാണും അവർക്ക്. കഴിഞ്ഞ നേരത്തെ കുറച്ച് നേരത്തെ നമ്മുടെ അടുത്ത ആളുകൾ പറഞ്ഞായിരുന്നില്ലേ, പുള്ളി അവിടെ പോയി മൈൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള. ഓക്കെ 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 ഓക്കെ. കാര്യം മാർസി പോട്ടെ, ഇവിടത്തെ എന്ന് പറയുമ്പോ ഇവിടെ എല്ലാം ലിമിറ്റഡ് ആണെന്നു സോഴ്സസ്. പുള്ളി പോലെ ഇവിടെ കുറവാണെങ്കിൽ കൊണ്ടുവരാം. അതൊക്കെ ഒരു നമ്മൾക്ക് ഇപ്പൊ ഞാനിപ്പോ അത് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റും ബുദ്ധിമുട്ടാ. കാര്യം ഒരു ലിവിങ് ലൈക്ക് ആസ് ആൻ ഓർഡിനറി മാൻ. എനിക്കപ്പോ അവര് പറയുന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. 100% നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലൈക്ക് അവര് കാണുന്ന കഥകളൊന്നും അല്ല നമ്മൾ കാണുന്നത്. ഓക്കെ, ലൈക്ക് അവരുടെ ലൈഫ് വേറെ ലെവലിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. ലൈക്ക് അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റേജ് എന്നുള്ള കാര്യം വരെ അവർക്ക് അറിയായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ ഏലിയൻസ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഈജിപ്തിലെ പിരമിഡ് ഏലിയൻസ് പണിതാണോ? പണിതായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് അവര് പണിതാണോന്നല്ല, എനിക്ക് അതിൽ ഭയങ്കര കൺഫ്യൂഷൻ എപ്പോഴും. ലൈക്ക് അന്ത കാലത്തിൽ, അതായത് എപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്, ലൈക്ക് ഒരു ഏകദേശം 2000-2500 വർഷം മുന്നത്തെ കേസ്. എനിക്കറിയത്തില്ല കേട്ടോ എത്ര വർഷം മുന്നത്തെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് അത്രയും കാലം മുന്നേ ലൈക്ക് ഏത് മനുഷ്യനാണ് അത്രയും ടെക്നോളജി, അതായത് മനുഷ്യനെക്കാളും വലുപ്പമുള്ള ബ്രിക്ക് ആ ഒരു കറക്റ്റ് പ്രിസൈസിൽ, അതായത് നമ്മുടെ എർത്തിന്റെ ലൈക്ക് എർത്തിന്റെ മറ്റേ റേഡിയസും കാര്യങ്ങളും എല്ലാം വെച്ച് കറക്റ്റ് ആയിട്ട് പണിതു. ഇന്നത്തെ ഹ്യൂമൻ അത് പറ്റില്ല. ഇന്നത്തെ മനുഷ്യന് ആ ഒരു ടെക്നോളജി ഇല്ല, ആ ഒരു പിരമിഡ് പണിയാനായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അറിയത്തില്ല. പക്ഷെ അന്ത കാലത്തിൽ അറിയായിരുന്നു. എങ്ങനെ അറിയായിരുന്നു? അതൊരു മനുഷ്യന് വെറുതെ തള്ളിപ്പൊക്കി മേളി കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. അതപ്പോ എന്തെങ്കിലും ഒരു ഏലിയൻ ആണോന്നല്ല ഞാൻ വിശ്വസിച്ചത്.
ഇത് പണ്ട് ചിലപ്പോ നീ പറഞ്ഞ പോലെ എന്തോ ടൈപ്പ് ആളിവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ടെക്നോളജി ഒക്കെ ഓൾറെഡി ഉണ്ട്, നമ്മളിപ്പോ അറിയാത്ത ടെക്നോളജീസ് പണ്ട് ഓൾറെഡി ഉള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതായത് ലൈക്ക് ഈ പറഞ്ഞ മായൻ തിയറിയും അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ലൈക്ക് ഈ പറഞ്ഞ എന്താ പറയാ ഹെവനിൽ നിന്ന് വന്നു എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് ലിറ്ററലി അത് ആകാശത്തു നിന്ന് അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിൽ നിന്ന് ആൾക്കാർ വരുന്നു, ലൈക്ക് അവര് പഠിപ്പിച്ചു കൊടുത്ത ലൈക്ക് ഓൾറെഡി ഫാസ്റ്റ് ഫോർവേഡ് ലൈക്ക് എല്ലാ ടെക്നോളജീസും അറിയാവുന്ന അല്ലെങ്കിൽ വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഓക്കെ, അവര് ഇവിടെ വന്നിട്ട് മനുഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് അത് ചെയ്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ മുകളിലുണ്ടല്ലോ നമ്മുടെ മറ്റൊരു വൈറ്റ് എന്താ പറയാ എന്താ പറയുമല്ലോ ലൈക്ക് ഒരു ക്ലാവ് പോലത്തെ അറിയാൻ പാടില്ല കേട്ടോ, ഒരു സാധനം ഉണ്ട് ഓക്കെ, ഏറ്റവും മുകളിലായിട്ട് ഒരു സാധനം ഉണ്ട് അതിന്റെ ആ പിരമിഡിന്റെ. അപ്പൊ അതൊരു പവർ ഹൗസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന. ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാനാണോ? കണക്ട് ചെയ്യുന്ന എന്തോ ലൈക്ക് ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ച് ലൈക്ക് ഏലിയൻസിന് ചിലപ്പം പറന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാണ് മൊബൈൽ ടവർ പോലെ സിഗ്നൽ. അങ്ങനെ ഇതൊക്കെ തിയറീസ് ആണ് ആൾക്കാർ പറയപ്പെടുന്നത്. ഇതിനൊന്നും പ്രോപ്പർ ഉത്തരങ്ങളുണ്ടോ? ഒരു മനുഷ്യന് ഉത്തരങ്ങളില്ല. അതായത് പിരമിഡ്സിനകത്തുള്ള അറകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും കണ്ടുപിടിക്കാത്ത എത്രയോ സാധനങ്ങളുണ്ട്. മനുഷ്യന്മാർക്ക് അതിനകത്തൊന്നും കയറാൻ പോലും പറ്റില്ല. നമുക്ക് കുറച്ച് പിരമിഡിലല്ലേ ആൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അതെ അതെ, സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം. അതെ ലൈക്ക് അതുമല്ല, ലൈക്ക് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാത്ത കഥകളുണ്ട്, ലൈക്ക് അറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ എന്താന്നുള്ളത് പോലും നമുക്ക് മനുഷ്യന്മാർക്ക് അറിയത്തില്ല. ലൈക്ക് അതാണ് ലൈക്ക് ഈജിപ്റ്റ്. അത് പക്ഷെ ഇപ്പൊ എന്താ പറയാ ഒരു ഏലിയൻ ഉണ്ടാക്കിയതാണോന്ന് ചോദിച്ചാൽ അങ്ങനെ ഇത് പറയാറുണ്ടല്ലോ. ഇപ്പൊ ഈജിപ്തിൽ പിരമിഡിനെ പറ്റി പറയുമ്പോൾ ആള് മരിച്ച ആളുകളെ അടക്കുന്ന സ്ഥലമാണെന്നുള്ള പറയുന്നത്. പക്ഷെ നീ പറഞ്ഞ ഇത് കയറിയിട്ടൊരു ബന്ധുവില്ല. അത് ഇത് നേരത്തെ പണിതാണല്ലോ. ഇത് നേരത്തെ പണിതിട്ട് അവിടുത്തെ മറ്റേ തലമൂത്ത അപ്പച്ചന്മാരാണതെങ്കിലും അറിയാൻ പാടില്ലല്ലോ. ഇതെല്ലാം പറയുന്നതാണെല്ലാം. എന്നാ പിന്നെ വേറൊരു സാധനം ചോദിക്കാം. ഈ പറഞ്ഞ ഈ നാട്ടില് അങ്ങ് ഈജിപ്തിലുണ്ട്, US-ലുണ്ട്, നമ്മുടെ ജപ്പാനിലുണ്ട് പിരമിഡ്. ജപ്പാനിൽ പിരമിഡ് ഉണ്ട്. അതായത് ലൈക്ക് ഇവിടെ ഉണ്ടാക്കുക, അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണല്ലോ ഇതുണ്ടാക്കിയതെന്നല്ലേ പറയുന്നത്. അപ്പം ജപ്പാനിൽ എങ്ങനെ തോന്നുന്നു അറിയില്ല. കടലിന്റെ അടിയിലാണോ? ഓക്കെ, എന്നാ കടലിനടിയില് പണ്ടിതെല്ലാം ഒറ്റ സ്ഥലം പറഞ്ഞില്ലേ, അതായിരിക്കും. ശരി അത് അങ്ങനെ ഒരു തിയറി ഉണ്ട്. മനുഷ്യരാണല്ലോ ഇതോരോ വേർതിരിച്ചത്. അത് ശരിയല്ലേ. കാരണം ഇപ്പൊ മറ്റേ നമ്മുടെ സൗത്ത് ആഫ്രിക്ക വിണ്ട് കീറിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അതായത് ആഫ്രിക്ക വിണ്ട് കീറി അത് കുറച്ച് നാളില് നേരെ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു സൈഡിലോട്ട് പോയി ഇടിച്ചു നിൽക്കുന്നൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട്. ലൈക്ക് അങ്ങനെ കുറെ സൈൻസും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ അറിയാൻ പാടില്ല. ആഫ്രിക്കയിൽ നിന്ന് അവിടെ പോയിട്ട് ലൈക്ക് കേരളം പിന്നെ ലൈക്ക് എന്താ പറയാ ഒരു ഭയങ്കര ആ രണ്ടും കൂടെ കൂട്ടിയിടിക്കുമ്പോഴത്തേക്ക് മലകൾ വരുമല്ലേ, ആ ഒരു സെറ്റപ്പിലേക്ക് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അറിയാൻ പാടില്ല, വരുമായിരിക്കും. അതും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ നാളെ മറ്റേ ഒക്ടോബറിൽ ഇനി മറ്റേ ഏലിയൻസ് ഒന്നും തന്നെ സത്യം ലൈക്ക് പിന്നെ അടിമയെ മാറും കേട്ടോ. പിന്നെ റിയൽ എസ്റ്റേറ്റ് മോർഗേജ് ഒന്നും ഒരു കാര്യമില്ല. സത്യം. അപ്പൊ എന്നാ ജപ്പാനിൽ വന്നു. ജപ്പാനിലെ വെള്ളത്തിനടിയിലുണ്ട്. കേരളത്തിലെവിടെ? ഇന്ത്യയിലെവിടെ? ഇന്ത്യയിൽ ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ നമ്മുടെ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതായത് എത്രയോ ഒറ്റക്കല്ലില് നിർമ്മിച്ച വലിയ, അതായത് പിരമിഡിന്റെ സ്ട്രക്ചറിൽ പോലെ തന്നെ ഇരിക്കുന്ന എത്രയോ അമ്പലങ്ങളുണ്ട്. അതായത് വർഷങ്ങൾ പുരാതന കാലത്തിലെ ഉണ്ടാക്കിയ. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇപ്പൊ മനുഷ്യനോട് ചോദിച്ചാൽ അറിയില്ല. ലൈക്ക് ലിറ്ററലി ഒറ്റക്കല്ലിൽ തീർത്ത കുറെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലൈക്ക് അമ്പലങ്ങളുണ്ട് ഇഷ്ടം. പക്ഷെ ആള് പറയണത് പണ്ടത്തെ രാജാക്കന്മാർക്ക് അടിമകളുണ്ടായിരുന്നു, ഇവരെ കൊണ്ട് പണിയിച്ചതാണെങ്കിലോ എങ്ങനെയെങ്കിലൊക്കെ. അങ്ങനെയാണല്ലോ പറയുന്നത്. രാജാക്കന്മാർക്ക് വേണ്ടിയാണല്ലോ ഈ അമ്പലങ്ങൾ കൊണ്ടുകൊണ്ടിരുന്നത്. അതിനു മുന്നേ ഉണ്ടായിട്ടുള്ള അമ്പലം അങ്ങനെ എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പം അങ്ങനെ രാജാക്കന്മാരെ പണിയിപ്പിച്ചാണോന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങള് കാര്യത്തിൽ സിനിമ ഇങ്ങനത്തെ ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ ഒരു പോഡ്കാസ്റ്റ് ആണിത്. ഇതിനകത്ത് നാട്ടിലപ്പോ ഈ പറയണ ഏലിയൻ സൈറ്റിങ്സ് ഒന്നും നാട്ടിൽ കാണാതെ എന്താ?
ഏലിയൻ സൈറ്റിങ്സ് അത് കോമഡിയാണ് സത്യമായിട്ട്. ലൈക്ക് ഇപ്പം ലൈക്ക് ഏലിയൻസ് ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും വന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. കേരളത്തിലും വന്നിട്ടുണ്ടാവും. യുഎസിലൊക്കെ വന്ന് ഇടക്കിടക്ക് പോകുന്നുണ്ട്. ഇല്ല, നാട്ടിലെ വിഷയം എന്താണെന്നറിയോ, നാട്ടില് ലൈക്ക് ഇത് ലെറ്റ്സ് ഓക്കെ നമ്മുടെ വീട് ഓക്കെ, നമ്മള് നാട്ടില് നമ്മൾ എറണാകുളത്ത് നമ്മളവിടെ നിൽക്കണം ഓക്കെ, നമ്മുടെ വീടിന്റെ ബാക്കില് ഒരു ഏലിയൻ വന്നെന്ന് വിചാരിക്കും ഓക്കെ, അവനെ ആരായിട്ടായിരിക്കും ആദ്യം പറയാൻ പോന്നെ? കുട്ടിച്ചാത്തൻ. സത്യമായിട്ടോ അതെ, ദേ ഒരു കുട്ടിച്ചാത്തൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിച്ചാത്തൻ സെറ്റപ്പിലേക്കായിരിക്കും അതായത് നമ്മുടെ മറ്റേ അവിടെയുള്ള ആളുകളുടെ മനസ്സുകൾ നേരെ ഒരു റിലീജിയസ് രീതിയിലേക്ക് ചിന്തിക്കത്തുള്ളൂ. 100% അതെ. അതായത് കുട്ടിച്ചാത്തൻ, മായാവി, അല്ലെങ്കിൽ ഇവരൊക്കെ ഏലിയൻസ് ആണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് അല്ലെങ്കിൽ ലിറ്ററലി എന്താ പറയാ, നമ്മുടെ നാട്ടുകാര് എപ്പോഴും ഒരു പേടിയോടുകൂടി അല്ലെങ്കിൽ എപ്പോഴും ദൈവത്തിനെ ആസ്പദമാക്കി. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമേ റിലീജിയൻ എന്നുള്ള ഒരു സാധനത്തിലാണ് കളിക്കണേ ഓക്കെ. സോ ബേസിക്കലി ആ ഒരു തിരുപ്പതി ടെമ്പിൾ 9,000 വർഷം പഴക്കമുള്ളതാണ്. 9,000 വർഷം പഴക്കമുള്ള തിരുപ്പതി ടെമ്പിൾ. നേരത്തെ ചോദ്യം ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ ഓക്കെ. ലിറ്ററലി അതായത് 9,000 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ അപ്പൊ രാജാക്കന്മാരവിടെ അവിടെ പോയി. എനിക്കറിയില്ല, ഞാൻ ചോദിക്കും. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. താങ്ക് യു. ഞങ്ങളുടെ ഡയറക്ടർ പ്രൊഡ്യൂസർ. അതെ, അപ്പൊ 9,000 വർഷം പഴക്കമുള്ളതാണ് ആ പറയുന്ന ആ അമ്പലം, തിരുപ്പതി ടെമ്പിൾ. അപ്പൊ അതേപോലെ ഓക്കെ. സോ ഞാനിപ്പോ പറഞ്ഞു വന്നത് മറ്റേ നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ കുട്ടിച്ചാത്തൻ പോയിന്റ് ഓക്കെ. ലൈക്ക് അവിടെ ഏലിയൻസ് ഉണ്ടാവാം ഓക്കെ, ഏലിയൻസ് വന്നിട്ടുണ്ടാവാം. പക്ഷെ അവിടുത്തെ മനുഷ്യർ ചിന്തിക്കുന്ന രീതി വേറെയാണ്. ലൈക്ക് നമ്മളത് നേരെ റിലീജിയസ് രീതിയിലേക്ക് ചിന്തിക്കുന്നു, നമ്മൾ നേരെ പോയി ഹോമം നടത്തുന്നു, അല്ലെങ്കിൽ പോയി ജോത്സ്യനെ കാണുന്നു ഓക്കെ. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതേസമയം ഇപ്പുറത്തെ സൈഡിലോ വെസ്റ്റേൺ കൺട്രീസിൽ ലൈക്ക് they research about it. ലൈക്ക് ഇങ്ങനെ ഒരു സാധനം കണ്ടാ ലൈക്ക് അവരാദ്യം ചെയ്യാൻ പോകുന്നു, അവര് നേരെ പോയി ജോത്സ്യനെ കാണുമല്ല ചെയ്യുന്നത്. അവര് അത് ലൈക്ക് റിപ്പോർട്ട് ചെയ്ത് അതിനെ കുറിച്ച് പഠിക്കുകയാണ് അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. ഞാൻ മലയാളികളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ നമ്മുടെ ചിന്താഗതി എപ്പോഴും വേ ഓഫ് തിങ്കിങ് അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞത് ഓക്കെ. അപ്പം ലൈക്ക് ലിറ്ററലി കേരളത്തിലുണ്ടോ? ഉണ്ടാവും, നമ്മൾ അറിയാത്തതാ. നമ്മുടെ കൂടെ തന്നെ ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ലൈക്ക് എലോൺ മസ്ക് മറ്റേ ഏലിയനാന്ന് പറയുന്നവരുണ്ട്, അറിയോ? അതുണ്ട്, അത് അയാളെ പലതും പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് ഗ്രാസ്പ് ചെയ്തിട്ട് എന്റെ ഉൾക്കൊള്ളാനുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറിയ ഇതിൽ ചിന്തിക്കണോണ്ടായിരിക്കും. നമ്മള് ലൈക്ക് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ എന്നാ ഞാൻ പറയത്തുള്ളൂ. കാരണം ലൈക്ക് ഈ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഗാലക്സി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ. ലൈക്ക് അതായത് പ്ലാനറ്റിന് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത് വേറെ ഗാലക്സീസും വേറെ പ്ലാനറ്റ് ഒക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നില്ലേ? മാർസ് പോലൊക്കെ തന്നെ. ഇച്ചിരി വിശ്വസിക്കാൻ പാടാണെങ്കിലും വിശ്വസിക്കണം. ആൾക്കാർ അത് സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ. അപ്പൊ അവിടുന്നൊക്കെ വന്നൂടെ? അതായത് ലൈക്ക് ഇപ്പം നമ്മൾ ഇന്ന് മറ്റേ ഈ ഓഗസ്റ്റ് 12, 13 ആ റേഞ്ചിലുണ്ടല്ലോ കുറെ മറ്റേ മീറ്റിയർ ഷവേഴ്സ് ഉണ്ട്. ലൈക്ക് മണിക്കൂറിൽ 200 ലൈക്ക് എന്താ പറയാ ഷൂട്ടിംഗ് സ്റ്റാർസിനൊക്കെ കാണുമെന്നാ പറയുന്നത്. ആ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ അതിലേക്കൂടെ തെറിച്ചു പോയ ഏതാണ്ട് ഒരു സാധനം ഓക്കെ. അതിനൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ലൈക്ക് ഇത്രയും ലൈറ്റ് ഇയേഴ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം മനുഷ്യൻ പരിമിതമാണ്, നമ്മുടെ അറിവുകളും കാര്യങ്ങളും പരിമിത. ലൈക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചറിയാം, നമ്മുടെ യൂണിവേഴ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറും ശിശുക്കൾ അല്ലെങ്കിൽ ചെറിയ ഉറുമ്പുകളാണ് നമ്മൾ മനുഷ്യർ. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലോ പുറത്ത് നമുക്കറിയാൻ വയ്യാത്ത ഉണ്ടാവാം. ഉറപ്പായിട്ടുണ്ടാവും. ലൈക്ക് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കേട്ടോ. ഇതെല്ലാം ലൈക്ക് വിശ്വസിക്കുന്നവരും ഉണ്ടാവും, വിശ്വസിക്കാത്തവരും ഉണ്ടാവും. സോ ലൈക്ക് ഐ മീൻ ലൈക്ക് ഐ റെസ്പെക്ട് ദ അതർ തിങ് ഫോർ ഷുവർ. ബട്ട് ലൈക്ക് ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാരണം അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ സപ്പോർട്ടീവ് എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നു. ഇപ്പൊ എല്ലാത്തിനും ഒരു സൈഡ് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ എർത്തിനെ പറ്റി പറയുമ്പോൾ എർത്ത് റൗണ്ട് ആയിട്ടിരിക്കുന്നവരുണ്ട്, സത്യം ഫ്ലാറ്റ് ആയിട്ടൊന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇതേപോലെ ഏലിയൻസ് വിശ്വസിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഞാനത് എനിക്ക് ഉൾക്കൊള്ളാൻ പാടില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. സത്യമാണ്. അങ്ങനെ വേറൊരു ടൈപ്പ് യൂണിവേഴ്സിറ്റി ഒരിക്കലും അതിലൊന്നും നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. ലൈക്ക് ഒബ്വിയസ്ലി ലൈക്ക് ഐ മീൻ ലൈക്ക് മനുഷ്യന്മാരാണ്, രണ്ട് രീതിയിൽ എപ്പോഴും ചിന്തിക്കും. അത് കാരണം തന്നെ. പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു പോയിന്റ് കൂടെ വന്നാ, അതായത് നമ്മുടെ മറ്റേ പുഷ്പക വിമാനത്തിന്റെ കേസ്. അല്ല നമ്മള് മറ്റേ എന്താ പറയാ ലൈക്ക് നമ്മളെ ദൈവങ്ങൾ ഇന്ത്യൻസ് ആയിരിക്കും അപ്പൊ ആദ്യം ഉണ്ടാക്കിയതല്ലേ? അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ.
പറയാൻ വല്ലതും പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ തലയിൽ കൂടുതൽ കയറ്റി വെക്കണ്ട. അല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് അന്ധകാലത്തില് വിമാനം ലൈക്ക് ഈ ഇടയ്ക്കും കണ്ടാണ് നമ്മുടെ ഐ മീൻ കുറച്ച് 100 or 200 years ആയിട്ടുള്ളു പറക്കുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട്. അതായത് വർഷങ്ങൾക്ക് മുന്നേ പുഷ്പക വിമാനം ഉണ്ടെന്നും അല്ലെങ്കിൽ എന്താ പറയാ അതേപോലെ ലൈക്ക് കുറെ ലൈക്ക് ആ മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ടല്ലോ, മൊത്തം ഒരു ഏലിയൻസിന്റെ കളിയാണോ എന്ന് പറയാൻ എനിക്കൊരു ഡൗട്ട്. ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച, ഞാൻ അങ്ങനെ തെറ്റായ രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല. ഞാൻ പക്ഷെ ലൈക്ക് അന്ധകാലത്തിൽ തന്നെ ഈ പറയുന്ന വിമാനങ്ങളും കാര്യങ്ങളും 10 തലയുള്ള രാവണൻ, ലൈക്ക് എന്തൊക്കെ കഥകളുണ്ട് റെഗുലർ ഹ്യൂമൻ അല്ലത് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ. ലൈക്ക് റെഗുലർ ഹ്യൂമൻ ബീങ് അല്ലത്. ലൈക്ക് ഒബ്വിയസ്ലി ലൈക്ക് അവിടെ നമ്മൾ ആ പറയുന്ന ലൈക്ക് ബുക്കുകളിലെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളും ഉണ്ട്, ഈ എന്താ പറയാ ശക്തമായിട്ട് അല്ലെങ്കിൽ മാജിക്കൽ പവേഴ്സ് ഉള്ള ആൾക്കാരും ഉണ്ടെന്നാണ് ആ നമ്മുടെ മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം പറയുന്നത്. സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇന്ത്യയിലും ഉണ്ട്, നമുക്കുണ്ട് ഏലിയൻസ്. നമ്മളത് മനസ്സിലാക്കാത്തതാണ്. നമ്മളവരെ ദൈവങ്ങളാക്കി മാറ്റി അല്ലെങ്കിൽ ദൈവങ്ങളാക്കി നമ്മൾ ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വരുന്നു. അപ്പം ബേസിക്കലി ലൈക്ക് അറ്റ്ലസ് വരുന്നത് എന്തൊക്കെയോ നിഗൂഢതകളിലൂടെ നമ്മളെ കൊണ്ടുപോകാനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യട്ടെ. നിങ്ങൾ റിസർച്ച് ഐ മീൻ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് കൂടുതൽ അറിയട്ടെ. ഈ ഏലിയൻസ് ഈ 31 വന്ന എന്തിനാണെന്ന് എനിക്കറിയണം. ആ കറക്റ്റ് ആ ടൈം നോക്കി വരുന്നത്. അത് തന്നെ നമ്മളിവിടെ മറ്റേ ഹാലോവീൻ ആഘോഷിക്കാൻ നമ്മളിവിടെ ഡ്രസ് ഇട്ട് വരും. അപ്പുറത്തേക്ക് നടന്നു പോയി കഴിഞ്ഞാല് അറിയണ്ടേന്ന്. അല്ല ഞാൻ ഇത് ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോ നീ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് റൈറ്റ്. ബട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞങ്ങൾ പ്രയത്തിലൊക്കെ വിശ്വസിച്ച് ഇതിങ്ങനെ പാവപ്പെട്ട ദൈവങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു സയൻസ് അല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോ കാര്യത്തില് ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ അതിലേക്ക് ചിന്തിക്കാൻ എനിക്ക് താല്പര്യമില്ല, വിശ്വസിക്കാനായിട്ട്. കാരണം എനിക്ക് ഇവിടെ ചെറിയൊരു ലോകമാണ് എനിക്കിവിടെ താല്പര്യം അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പൊ നീ എത്ര കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചു. അതെ കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ടല്ലേ. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലൊന്ന് പഠിക്കട്ടെ. എല്ലാരും ലൈക്ക് ഈ പറയുന്ന ഒരു ഭയങ്കര വലിയൊരു അവസരം ഇപ്പൊ വന്നിരിക്കുന്നത്. ലൈക്ക് ഇത്രയും വലിയൊരു കോമറ്റ് എങ്കിൽ കോമറ്റ് ഓക്കെ, ലൈക്ക് ഏലിയൻഷിപ്പ് ഒക്കെ മറന്നുകളാ. കോമറ്റ് എന്ന് തന്നെ വിചാരിക്കട്ടെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ഇൻഡർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ വന്നിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ വേറൊരു സോളാർ സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ഗാലക്സിയിൽ നിന്ന് വന്നൊരു സാധനം നമ്മുടെ കൺമുന്നിൽ വരാൻ പോവാ ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ 2025. സോ എവരിബഡി വാച്ച് ഇറ്റ്. ലൈക്ക് ഒരു വലിയൊരു അനുഭവമാണ്. ആരൊന്നും പറയില്ല, നമ്മുടെ കേരളത്തിലെ ന്യൂസിൽ അറിയാൻ പറ്റും. കേട്ടാണല്ലോ നാട്ടിലെ ന്യൂസിൽ ഫുൾ ചർച്ച. നികേഷ് പറയൂ, ഇവിടെ എവിടെ എത്തിയിരിക്കുന്നു നികേഷ്? എനിക്ക് കാണാൻ ഇൻഡസ്ട്രിയൽ ഒബ്ജക്ട് ഇതേ വരുന്നു. വിഷയമായിരിക്കും കേട്ടോ. ലൈക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് ഒക്കെ കാണുന്നു എനിക്ക് ഫുള്ള് ഇതായിരിക്കും. നമ്മുടെ ന്യൂസ് ചാനൽ തീരുമാനാവോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് 3 മാസം കാണൂല്ലേ. ഓ അപ്പൊ പിന്നെ അതിലുണ്ടാവും എന്തൊക്കെയാണ്. നമുക്ക് കാണാം. ലൈക്ക് നമ്മള് ഇത്രയാണ് ചിന്തിക്കേണ്ടത്. അതായത് ഇത് വെച്ചൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ യൂണിവേഴ്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മൾ എന്തൊരു ഹമ്പിളാണ്, ലൈക്ക് എത്രയും കുഞ്ഞാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ലൈക്ക് അവര് പറട്ടെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ലൈക്ക് അടുത്ത മാസങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ച് ഒരു എപ്പിസോഡ് കൂടി എടുക്കണം കേട്ടോ. ഞാൻ പഠിച്ചിട്ട് വരും. ഓക്കെ, അതെ ഉറപ്പായിട്ടും. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഹോട്ടായിരിക്കും. ആ ഒരു സമയത്ത് ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ നമുക്ക് ഒരെണ്ണോടെ ചെയ്യാം. അതെ, അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹാലോവീന്റെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാം. ദാറ്റ് വുഡ് ബി നൈസ്. ഏലിയൻ ഉടുപ്പിട്ടിരിക്കും. ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് പഠിച്ചിട്ട് വരാം. അപ്പൊ സെറ്റ്. അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു മിക്സഡ് റിയാക്ഷൻ ആയിരിക്കും ഇതിന്ന് വരുന്നത് അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അറിയണം നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇപ്പൊ ഏലിയനിൽ വിശ്വസിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ഇപ്പൊ ഈ വരുന്ന ഏലിയൻസ് ആണോ ഈ വരുന്നത്? അതെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യും. അതെ, ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഞങ്ങൾക്ക് കാണണമല്ലോ. അതെ അതെ അതെ. അപ്പൊ അതായി കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോ കൂടുതൽ അതൊക്കെ കണ്ടിട്ട് സംസാരിക്കാം നമുക്ക്. അതെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതെ, ഞങ്ങളപ്പോ വീണ്ടും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ സന്ധിക്കും വരെ വണക്കം. സൈനിങ് ഓഫ് ഫ്രം OSP.